ഹലോ ചങ്ങായിമാരെ, അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും നമ്മുടെ കുഞ്ഞിക്കിളികളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ നമ്മുടെ കുഞ്ഞിക്കിളികളുടെ കുളി സീനാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര വെയിലാണല്ലോ, നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര വെയിലാണ്. പിന്നെ മരത്തിലൊക്കെ ഇല കൊഴിയണ സമയമാണ് കേട്ടോ, അപ്പോൾ ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് തോന്നുന്നു കിളികളൊന്നും അങ്ങനെ വരാത്തത്. പിന്നെ നമ്മുടെ ബാക്കിൽ ഫുഡ് കോർട്ടിലാണ് കേട്ടോ നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കുന്നത്. ഫുഡ് കോർട്ട് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു മരത്തിൻ്റെ ശാഖ ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതിലിങ്ങനെ നമുക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിരുന്നാൽ സ്ഥിരമായിട്ട് ആഹാരം കഴിക്കുകയും പിന്നെ വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഒരു ചിരട്ടയ്ക്കകത്താണ് കേട്ടോ നമ്മൾ വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർക്ക് ഇച്ചിരി വെള്ളം മതിയല്ലോ, അതുകൊണ്ട് കുടിക്കുകയും ചെയ്യും പിന്നെ കുളിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, വേനലാവുകൊണ്ട് നമ്മുടെ പിള്ളേരൊന്നും ആ മരക്കൊമ്പിലേക്ക് പോകാറില്ല കേട്ടോ. ഇനിയിപ്പം ഇലയൊക്കെ വന്ന് തണലായ ശേഷം അങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ വരുന്നില്ലാത്തത് കൊണ്ട് അവരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ തൊട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളിങ്ങനെ ഒരു പരന്ന ചട്ടി വേണം, അധികം ആഴമൊന്നുമില്ല. പിന്നെ അതുകൂടാണ്ട് അവർക്ക് ഇറങ്ങി കുളിക്കുകയും ചെയ്യാം, സൈഡിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാത്രം നമ്മൾ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഈ അഴുക്കായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെള്ളം മാറ്റും, ഡെയിലി വെള്ളം മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഈ കാക്കയുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് മുക്കിയിട്ടാണ് കഴിക്കുന്നതും അതിൻ്റെ കുട്ടികൾക്ക് കൊണ്ട് കൊടുക്കുന്നതും. ആഹാരം നനച്ചിട്ടാണ് കൊണ്ടുപോകുക. അപ്പോൾ ഈ വെള്ളം ഭയങ്കരമായിട്ട് ചീത്തയായി പോവും, ഭയങ്കര സ്മെല്ലും പിടിക്കും. അതുകൊണ്ട് നമ്മളത് മറിച്ച് കളയും കേട്ടോ. ഒരു പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ കുറേ തവണ ഇവർ കൊണ്ടുപോകും. അപ്പോൾ എല്ലാം നമ്മൾ ചീത്ത വെള്ളം മറിച്ച് കളഞ്ഞിട്ട് ഇവർക്ക് നല്ല നല്ല വെള്ളം വെക്കും കേട്ടോ. കാരണം മറ്റ് കിളികളൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ അവർ കുളിക്കുകയും വായി കൊണ്ടിട്ട് ഇങ്ങനെ പല്ല് തേക്കണമൊക്കെ വായി കൊണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ തുപ്പിക്കളയണമൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും അത് പല്ല് തേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ഈ കാക്ക കണ്ട് എച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് വേസ്റ്റൊക്കെ ഇടണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളത് ഡെയിലി തിരെ മാറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ശരിക്കും 3-4 പ്രാവശ്യമൊക്കെ ഞാൻ അതിനകത്ത് ചട്ടിയിൽ വെള്ളം മാറ്റി വെച്ച് കൊടുക്കും. കാരണം കാക്ക എപ്പോഴും അങ്ങനെ കൊണ്ടു കൊടുത്തു. പിന്നെ എനിക്ക് ദേഷ്യം വരും, കാക്കാനെ കുടിക്കും കാക്ക എന്നൊക്കെ പറഞ്ഞ്. എന്നാലും അവരും ഈ വേനലിൽ എന്ത് ചെയ്യുമല്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിരിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോട്ടെ എന്ന് വിചാരിക്കും. വേറൊന്നുമല്ല, മറ്റ് കിളികളൊക്കെ വന്നിരുന്ന് വെള്ളം കുടിക്കുകയോ ചെയ്യണമല്ലേ എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. കാക്കയ്ക്ക് ഒട്ടും വൃത്തി കുറവാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ കുടിക്കാനായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പട്ടികൾ സാധാരണ ഉച്ചയ്ക്കൊന്നും അങ്ങനെ ആരും തന്നെ ഒരു കിളികളും പട്ടികളും ഒന്നും ഒരു പൂച്ചയൊന്നും ഉച്ചയ്ക്കൊന്നും ഇറങ്ങത്തില്ല. പിന്നെ മിക്കപ്പോഴും വൈകുന്നേരം മാത്രമേ ഇറങ്ങത്തുള്ളൂ കേട്ടോ. രാവിലെ ഇറങ്ങും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വെള്ളം കുടിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ചാൽ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പിള്ളേരുടെ കുളി കാണാൻ തന്നെ ഒരു വലിയ രസമാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കും ആരൊക്കെ കുളിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു നമ്മുടെ ഇരട്ടവാളിനൊന്നും അങ്ങനെ കുളിക്കില്ലാന്ന്, ഓലഞ്ഞാലിയൊന്നും കുളിക്കില്ലാന്ന്. തന്നെ ഞാൻ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ചിലകാടയും കാക്കയും മാത്രമേ കുളിക്കുന്നുണ്ട്, ബാക്കി ആരും അങ്ങനെ കുളിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ വിചാരം തെറ്റായിപ്പോട്ടോ. എല്ലാ ജീവികളും കുളിക്കവേ മറ്റേ നമ്മുടെ ഇരട്ടവാളിനില്ലേ 2 ബ്ലാക്ക്, ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കളറും ബ്ലാക്ക് അല്ല, നല്ല കരിനീല കറുപ്പാണ് കേട്ടോ. അതിൻ്റെ നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ വാല് 2 താഴോട്ട് നീണ്ട് ഇങ്ങനെ കിടക്കും. പലതരത്തിലുള്ള സൗണ്ടും കേൾപ്പിക്കും നമ്മുടെ ഇരട്ടവാലിന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓലഞ്ഞാലി കേട്ടോ, പലതരത്തിലുള്ള സൗണ്ടും കേൾപ്പിക്കും. ഓലഞ്ഞാലി അവിടെ ഇരുന്നിട്ട് കുളിക്കുന്നുണ്ടല്ലേ. പിന്നെ നമ്മുടെ ഉപ്പ മാത്രമാണ് കേട്ടോ, മൂപ്പര് കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ ചുറ്റിപ്പറ്റി നടക്കും. അവിടെ വല്ലതൊക്കെ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുളി കഴിഞ്ഞിട്ട് അവർ കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് മരക്കൊമ്പിൽ കയറി ശരിക്കും പറഞ്ഞാൽ അവരുടെ തൂവലൊക്കെ ഉണക്കിയിട്ട് പോകണ കാണാവേ. അപ്പോൾ അവർ ആഹാരം കഴിച്ചിട്ടാണ് പോകുന്നത്.